ഇതിനു മുന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ഗുണ്ടയാണെങ്കിൽ നമ്മളെ കണ്ണടന്റെ നേരെ ഇങ്ങനെ തോക്ക് ചൂടി നിൽക്കുന്നതായിരിക്കും. അതേ ടീം നമ്മളെ മൈറ്റി രണ്ടും കൽപ്പിച്ച് ഒരു ഗുണ്ടക്ക് ഒരൊറ്റ ചവിട്ട് കൊടുക്കും. അതേ ടീം കണ്ണടയാണെങ്കിൽ എന്തിമാതിരി തോക്കാണെങ്കിൽ ഇതുപോലെ എടുത്തിട്ടാണെങ്കിൽ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്തിനാണ് എന്റെ ഫ്രണ്ടിനെ ഇങ്ങനെ അടിക്കുന്നതെന്ന് ചോദിക്കും. അതേ ടീം ഒരു ഗുണ്ടയാണെങ്കിൽ എപ്പോഴും ഇവൻ നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിന് അവനൊരു പൈസ തിരിച്ചു തരാത്തത് കൊണ്ടാണ് നമ്മൾ അവനെ അടിക്കുന്നത് എന്ന് പറയും. അപ്പൊ കണ്ണട ആണെങ്കിൽ പറയും, ഇവൻ എൻ്റെ ഫ്രണ്ട് അല്ല, ഇവൻ എൻ്റെ ബ്രദർ ആണ്, അതുകൊണ്ട് ആ ഒരു പൈസ മൊത്തം ഞാൻ തന്നു തീർക്കും, നിങ്ങൾക്ക് എത്ര പൈസയാണ് വേണ്ടത് എന്ന് ചോദിക്കും. നമ്മൾ കാണുന്നത് നമ്മളെ വാട്ടിക്കും ടീഡറ്റിനെല്ലാം ആടി വീഡിയോയിലായിട്ട് ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ടാവുമായിരിക്കും. അതിനെല്ലാം മരുന്ന് വെക്കുന്ന നമ്മളെ പിള്ളേറിയായിരിക്കും. അതേ ടൈം എല്ലാം കഴിഞ്ഞിട്ട് പോലീസുകാർ വരുന്നത് പോലെ തന്നെ നമ്മളെ മീറ്റിയും നമ്മളെ ടീഡിയും ആണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. നമ്മൾ കണ്ണടയാണെങ്കിൽ പറയുന്നുണ്ട്, എല്ലാ മണ്ടന്മാരെ നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന്. അതേ ടൈം മേറ്റി ആണെങ്കിൽ പറയും, എടാ നമ്മളെ കൊണ്ട് പറ്റുന്ന ഫാസ്റ്റിൽ നമ്മൾ വന്നതിന് പക്ഷേ എല്ലാം കഴിഞ്ഞു പോയത് നമ്മളെ അല്ലല്ലോ എന്ന് പറയും. അങ്ങനെ നമ്മളെ കണ്ണടയാണെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവരോടെല്ലാവരോടും ആണെങ്കിൽ പറയും, നിങ്ങളുടെ അടുത്തുള്ള പൈസകളെല്ലാം നമ്മളെ വാട്ടിക്ക് കൊടുത്തിട്ട് അവരുടെ പ്രശ്നം നമുക്കിപ്പോൾ പരിഹരിക്കാമെന്ന് പറയും. അപ്പൊ എല്ലാവരും മറുത്തൊന്നും പറയണ്ട, എല്ലാവരും അതിന് ഓക്കെ ആയിരിക്കും. അപ്പൊ അതേ ടൈം നമ്മളെ വാട്ടിയാണെങ്കിൽ ഇവരോട് എല്ലാവരോടും ഇങ്ങനെ താങ്ക് യു എന്ന് പറയും. അതേ ടൈം കണ്ണടയാണെങ്കിൽ പറയും, ഞാൻ ഒരിക്കലും നിന്റെ താങ്ക്യുവിന് വേണ്ടിയിട്ട് വന്നതല്ല, എനിക്കൊരു സംഭവം ഇങ്ങനെ റിട്ടേൺ തരണമെന്ന് പറയും. പിന്നെ നമ്മൾ കാണുന്നത് ഇവരെല്ലാവരും ഇവരെ റൂമിന് വേണ്ടിയിട്ട് അടി കഴിയുന്നതായിരിക്കും. അതായത് ഈ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റൂം എല്ലാം ഇവർക്ക് പിന്നെയും റെന്റിന് കൊടുക്കണം എന്നായിരിക്കും നമ്മളെ കണ്ണട ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായത് നമ്മളെ കണ്ണടക്കാണെങ്കിൽ റെന്റിന് നിൽക്കേണ്ടിയിട്ടായിരിക്കില്ല, അവന്റെ ബ്രദറിന്റെ കൂടെ നിൽക്കേണ്ടിയിട്ടായിരിക്കും അവൻ ഇങ്ങനത്തെ ഒരു അടവ് എടുക്കുന്നുണ്ടാവുക. പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ മൈറ്റി ആണെങ്കിൽ എപ്പോൾ ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഒരിക്കൽ അപ്പൊ ഫുഡ് കഴിക്കുന്ന സൗണ്ട് ആണെങ്കിൽ നമ്മളെ ടീഡറ്റിനാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ടൈം അവനാണെങ്കിൽ ചെവിടിൽ ഇത് വെച്ചിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തിന്നുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ വാട്ടിയാണെങ്കിൽ മനസ്സിൽ പറയും, ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവര് ശരിക്കും എൻ്റെ അടുത്തൊരു ഫാമിലി ആണെന്ന് പറയും. അതേ ടൈം ആയിരിക്കും നമ്മളെ കണ്ണടന്റെ ഫോണിലാണെങ്കിൽ ആരോ ഒരാൾ വിളിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു കോള് കാണുന്ന ടൈം അമ്മ എന്നിങ്ങനെ പറഞ്ഞ് നമ്മളെ കണ്ണട ഷോക്ക് ആവുന്നുണ്ടാവും. നമ്മളെ കണ്ണടയും വാട്ടിയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അതേ ടൈം വാട്ടിന്റെ ഒരു മൈൻഡ് വോയിസ് കേൾക്കുന്നുണ്ടാവും. അതായത് നമുക്കിങ്ങനെ കണ്ണുള്ള ടൈം കണ്ണിന്റെ വില മനസ്സിലാക്കാൻ പറ്റൂല എന്ന് പറയുന്നത് പോലെ തന്നെ അവന്റെ അച്ഛൻ വന്നിട്ട് കെഞ്ച ടൈം അവനാണെങ്കിൽ അവന്റെ അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെങ്കിൽ ഇപ്പൊ ആണെങ്കിൽ അവന്റെ അച്ഛനാണെങ്കിൽ ഒരു സീരിയസ് കണ്ടീഷനിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിരിക്കും. അതേ ടൈം അവനാണെങ്കിൽ അവന്റെ അച്ഛനൊരിക്കൽ അച്ഛന്ന് വിളിക്കണം എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവില്ലേ, ആ ഒരു ഫീലിങ്സ് അവന്റെ ഉള്ളിൽ വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ആ ഒരു കോള് കിട്ടിയിട്ടായിരിക്കും ഇവർ രണ്ടാളും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവുക. അപ്പൊ അതേ ടൈം ഡോക്ടർ ആണെങ്കിൽ പുറത്ത് വരുന്ന ടൈം കണ്ണടയാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ടൈം ഡോക്ടർ ആണെങ്കിൽ പറയും, ഇപ്പൊ അച്ഛനാണെങ്കിൽ ഹാർട്ടിന് ഒരു സർജറി വേണം, പക്ഷേങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛൻ്റെ അതേ ഗ്രൂപ്പിലത്തെ ഒരു ബ്ലഡ് വേണം, പക്ഷേങ്കിൽ അതിങ്ങനെ എല്ലാവർക്കും ഇല്ല, ഈ ഒരു ഹോസ്പിറ്റലും ആ ഒരു ബ്ലഡിന്റെ ടൈപ്പ് കുറവാണെന്ന് പറയേ. നോക്കുന്ന ടൈം നമ്മളെ കണ്ണടേണ്ടതും ബി ആയിരിക്കും, കണ്ണടേൻ്റെ അമ്മേൻ്റെതും ബി ആയിരിക്കും, ഇവർക്ക് വേണ്ടത് എ ഗ്രൂപ്പ് ആയിരിക്കും. അതേ ടൈം വാട്ടിയാണെങ്കിൽ പറയും, എൻ്റെത് ഇങ്ങനെ എ ഗ്രൂപ്പ് ആണെന്ന് പറയും. അപ്പൊ ഡോക്ടർ ആണെങ്കിൽ ചോദിക്കും, നിങ്ങളിങ്ങനെ ഫാമിലി മെമ്പർ ആണോ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, ഞാൻ അയാളെ മോനാണെന്ന് പറയും. നമ്മളെ വാട്ടിയാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന ടൈം കണ്ണടയാണെങ്കിൽ അവിടത്തേക്ക് വന്നിട്ട് അവനോട് താങ്ക് യു പറഞ്ഞിട്ടാണെങ്കിൽ പറയൂ, നിനക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇപ്പം എൻ്റെ അച്ഛനെ സഹായിച്ചതെന്ന് ചോദിക്കേ. അതേ ടൈം വാട്ടിയാണെങ്കിൽ പറയും, ഒരു പ്രാവശ്യം എൻ്റെ അമ്മ ഇതേ സിറ്റുവേഷനിൽ കിടക്കുന്ന ടൈം എനിക്ക് എൻ്റെ അമ്മേനെ സഹായിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ ആ ഒരു അച്ഛനെ സഹായിച്ചതെന്ന് പറയും. അത് മാത്രമല്ല അയാൾ നിന്റെ അച്ഛൻ മാത്രമല്ലല്ലോ എൻ്റെയും കൂടി എല്ലേന്നും കൂടി പറയുന്നുണ്ട് അവർക്ക്. അതായത് നമ്മളെ വാട്ടിയാണെങ്കിൽ അവൻ്റെ അച്ഛനെ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറയുന്നുണ്ടാവുക. നമ്മളെ വാട്ടിയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മളെ അച്ഛൻ്റെ കൂടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതേ ടൈം അച്ഛനാണെങ്കിൽ പെട്ടെന്ന് ഉറക്കത്ത് എണീച്ചിട്ട് ടീ വാട്ടി സോറി എന്നിങ്ങനെ പറയുന്നുണ്ടാവും അവർക്ക്. അതേ ടൈം നമ്മളെ വാട്ടിയാണെങ്കിൽ പറയും, അച്ഛ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ സമാധാനപ്പെടുത്തേ. അതേ ടൈം അച്ഛനാണെങ്കിൽ എണീക്കാൻ നോക്കും. അതേ ടൈം ആയിരിക്കും വാട്ടിയാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ടാവുക, അച്ഛൻ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണുള്ളത്, അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് ഈ ഒരു ഓപ്പറേഷനെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേ. അതായത് അച്ഛനാണെങ്കിൽ ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞത് ഒന്നും അറിയുന്നുണ്ടാവില്ലേ. അതേ ടൈം നമ്മൾ അച്ഛനാണെങ്കിൽ പിന്നെയും നമ്മളെ വാട്ടിനോട് ഇങ്ങനെ സോറി ചോദിക്കുന്നുണ്ടാവും അവർക്ക്. അപ്പം നമ്മൾ വാട്ടിയാണെങ്കിൽ പറയും, അച്ഛന്
പറഞ്ഞ് ഒരു രീതിയിൽ സ്ട്രെസ് എടുക്കേണ്ട ഒരാവശ്യമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അച്ഛനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ സമാധാനപ്പെടുത്തിയിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. കേൾക്കുന്ന ടൈം അച്ഛന് കരയണോ ചിരിക്കണോ എന്നൊന്നും തിരിയാത്തൊരു അവസ്ഥയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. എൻ്റെ അച്ഛനാണെങ്കിൽ പറയും, ഞാനില്ലാത്ത കാലത്ത് നിൻ്റെ അമ്മയാണെങ്കിൽ നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയായിട്ടല്ല നിന്ന്, ഇപ്പം നിൻ്റെ അമ്മ നിൻ്റെ കൂടെ ഇല്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ അച്ഛനും അമ്മയായിട്ട് നിൻ്റെ കൂടെ നിന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പം നമ്മളെ വാട്ടിയാണെങ്കിൽ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് അതിനിങ്ങനെ ഓക്കെ പറയൂ. അവനാണെങ്കിൽ ചെറുപ്പത്തിൽ അവനാണെങ്കിൽ അവൻ്റെ അച്ഛന് കൊടുക്കേണ്ടിട്ട് ഇങ്ങനെ ഫാദേഴ്സ് ഡേൻ്റെ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അവർക്ക്. ആ ഒരു കാർഡാണെങ്കിൽ അച്ഛന് കൊടുക്കുന്നുണ്ടാവും അവർക്ക്. അതേ ടൈം അച്ഛനാണെങ്കിൽ ചോദിക്കും, ഈ ഒരു ഫോട്ടോയിൽ എന്താണ് എൻ്റെ മുടി ഇത്രക്കാരെന്ന് ചോദിക്കുക. അതേ ടൈം അവനാണെങ്കിൽ പറയും, അതെൻ്റെ അമ്മ വരച്ച് തന്നതാണെന്ന് പറയോ. അങ്ങനെ അച്ഛനും മോനും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് നമ്മളെ കണ്ണടേൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ നോക്കി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. സ്വതവേ രണ്ടാനമ്മമാർ കുറച്ച് ദുഷ്ടത്തിന്മാരാണ്, എന്നാൽ ഈ ഒരു അമ്മ നല്ലൊരു അമ്മയാണ്. പിറ്റേ ദിവസം നമ്മളെ ചെക്കനാണെങ്കിൽ ചെടി നനച്ചോണ്ട് നിൽക്കുന്ന ടൈം കണ്ണടി ആണെങ്കിൽ ബാക്കിൽ വന്നിട്ട് അവനെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം നമ്മുടെ ചെക്കനാണെങ്കിൽ പേടിച്ചിട്ട് ഇതുപോലെ ആക്കുക. അതേ ടൈം കണ്ണട ആണെങ്കിൽ പറയും, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്നാന്ന് പറയൂ. അപ്പോൾ വാട്ടിയാണെങ്കിൽ ചോദിക്കും, നമ്മളിങ്ങനെ പോകണോ എന്തെങ്കിലും ഹെൽപ്പിന് ചോദിക്കുന്ന ടൈം നമ്മളെ കണ്ണട ആണെങ്കിൽ പറയും, അതിൻ്റെ ഒന്നും കുഴപ്പമില്ല, എൻ്റെ അമ്മ ഇങ്ങനെ നേഴ്സാണ്, അവരെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സൈലൻ്റ് ആയിട്ട് നമ്മളെ കണ്ണടയാണെങ്കിൽ ചോദിക്കും, നിനക്ക് എൻ്റെ അമ്മേനോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കേ. അതേ ടൈം നമ്മളെ വാട്ടിയാണെങ്കിൽ പറയൂ, എനിക്കെന്തിനാ നിൻ്റെ അമ്മേനോട് ദേഷ്യം, എനിക്കൊരു ദേഷ്യമില്ല, അത് മാത്രമല്ല അത് നിൻ്റെ അമ്മയല്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയല്ലേ, പിന്നെ എനിക്ക് എങ്ങനെ അവരോട് ദേഷ്യം തോന്നുവാന്ന് ചോദിക്കേ. അതേ ടൈം കണ്ണടയാണെങ്കിൽ പറയും, ഞാൻ നിൻ്റെ ഫ്രണ്ട് അല്ല, ഞാൻ നിൻ്റെ ബ്രദർ ആണെന്ന് പറയൂ. അതേ ടൈം വാട്ടിയാണെങ്കിൽ പറയൂ, നീ എൻ്റെ ഫ്രണ്ട് ആയാലും ബ്രദർ ആയാലും നീ ഇങ്ങനെ ടീറക്സ് അല്ലേ, ഈ ഒരു വീട്ടിലത്തെ ഏറ്റവും വലിയ ട്രബിൾ മേക്കറേ നീ ആണെന്ന് പറയും. സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ടീഡറ്റും മേറ്റും ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അപ്പൊ രണ്ട് കുരുട്ടങ്ങളും ആണെങ്കിൽ മരയെല്ലാം എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ നമ്മളെ മേറ്റി ആണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണല്ലോ. എൻ്റെ നാവ് ഇങ്ങനെ കുഴഞ്ഞോട് നിൽക്കുന്നുണ്ട്. കുറേ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് അവസാനം എനിക്ക് മടുത്തിട്ടാണ് ഞാൻ അതുപോലെ തന്നെ അങ്ങനെ ഇടുന്നത്. അപ്പൊ നമ്മളെ മേറ്റി ആണെങ്കിൽ ഒരു കഥ പറയുന്നുണ്ടാവുമായിരിക്കും. കഥ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു മരം വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഫ്രണ്ട്ഷിപ്പിന്റെ സിമ്പിളാണ്, നമ്മളെ 6 ടീ ഉള്ള ഒരു സിമ്പിൾ. അപ്പൊ ഈ ഒരു മരത്തിന്റെ പേര് ടീ എന്നാണ്. ഇത് നമുക്ക് തണല് തരും. ഇത് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഒരു വീട്ടിലൊരു കുടുംബം പോലെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങും ഇങ്ങും എത്താത്ത ഒരു കഥ പറയുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു കഥ കേട്ടിട്ട് ഇവരെല്ലാരും ചിരിക്കുന്നുണ്ടാവുമായിരിക്കും. അതിനുശേഷം ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു മരമാണെങ്കിൽ ശരിക്കും ഇവരൊരു ഫ്രണ്ട്ഷിപ്പിന്റെ സിമ്പിൾ ആയിട്ട് അവിടെ നടന്നുണ്ടാവും. ഇവരാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലായത് മരയെല്ലാം നട്ടിട്ട് ഇവർ 6 ആളുള്ള ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ, ആ ഒരു മൊമെന്റ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അതേ ടൈം ഇവർ 6 ആളും ഫോട്ടോ എടുക്കുന്നുണ്ടാവും. അവർക്ക് ആ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ ലൈഫായിരിക്കും കാണുന്നുണ്ടാവുക. അതായത് കക്കൂസിൽ പോകുമ്പം വരെ വാതിൽ പൂട്ടിയിട്ട് പോയിരുന്ന നമ്മളെ മേട്ടി ആണെങ്കിൽ ഇപ്പൊ വാതിലൊന്നും അടക്കാണ്ട് മണ്ടത്തരം മാത്രം എൻ്റെ വായിന്ന് വരുന്നുള്ളൂ. നമ്മ ഞാനിങ്ങനെ വാതിലെല്ലാം അടച്ചിട്ട് നല്ല കുട്ടിയായിട്ട് ബാത്റൂമിൽ പോകാൻ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇരുട്ട് അവനിപ്പോ പേടി ഉണ്ടാവില്ല, അവൻ്റെ ഒരു പേടിയില്ലേ അത് അവൻ ഓവർകം ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ ടീഡീനെ നോക്കുന്നതാണെങ്കിൽ അവനിങ്ങനെ ചവക്കുന്ന സൗണ്ട് കേൾക്കാനേ പറ്റൂലല്ലോ. അപ്പൊ അവനാണെങ്കിൽ ആ ഒരു ചവക്കുന്ന സൗണ്ട് എന്നില്ലേ, അതിങ്ങനെ ആ ഒരു പേടി എന്നല്ല, അതെന്ന് പറയാ, അതൊരു പേടിയല്ലല്ലോ, ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥ ഇങ്ങനെ മറികടന്നിട്ടുണ്ടാവുമായിരിക്കും. അവന്റെ ഗേൾ ഫ്രണ്ടും അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ ടീഡറ്റിനെ നോക്കുന്നതാണെങ്കിൽ അവനിങ്ങനെ പെമ്പിളറ ഞാൻ പറയാലോ എന്നല്ല, നിങ്ങൾക്ക് അറിയാലോ ഒന്നാണെന്ന്. അപ്പൊ അവന്റെ ആ ഒരു പേടിയും അവനിങ്ങനെ ഓവർകം ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ മൈറ്റി ആണെങ്കിൽ അവന്റെ അമ്മേൻ്റെ അടുത്ത് നിൽക്കുന്ന ടൈം ഡോക്ടർ ആണെങ്കിൽ പറയും, നിന്റെ അമ്മ ഇപ്പൊ ഒരുപാട് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ആണെങ്കിൽ ബട്ട് എന്ന് പറയുക. അപ്പൊ അവന്റെ മൈൻഡിൽ എപ്പോ ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്നായിരിക്കും ഉണ്ടാവുക, അടുത്തൊരു സങ്കടമായിട്ടുള്ള കാര്യം എന്നായിരിക്കും. പക്ഷെ ഡോക്ടർ ആണെങ്കിൽ പറയൂ, നിന്റെ അമ്മ കുറച്ചും കൂടി നല്ലോണം റെസ്റ്റ് എടുത്ത് ഫിസിക്കലായിട്ട് കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അമ്മ ഇങ്ങനെ സുഖം പ്രാപിക്കും എന്ന് പറയും. അപ്പൊ അതായത് നമ്മളെ ചെക്കൻ്റെ ഒരു പേടി ഉണ്ടാവില്ലേ, ഒരു ഗുഡ് ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഒരു ബാഡ് ന്യൂസ് ആണെന്നുള്ള ഒരു പേടിയില്ലേ, ആ ഒരു പേടിന്ന് അവനെ മറികടന്നിട്ടുണ്ടാവുമായിരിക്കും. എല്ലാവരും അവരവരേതായിട്ടുള്ള കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രീ മൈൻഡ് ആയിട്ട്
ഇതുപോലെ ഗെയിം കളിക്കുന്നതായിരിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് തോക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടീം വാട്ടിയാണെങ്കിൽ പറയൂ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഒരു വീടിന് ഞാൻ എടുത്ത ഒരു ലോൺ ഇല്ലേ, ആ ഒരു ലോൺ ആണെങ്കിൽ എൻ്റെ അച്ഛൻ അടച്ചു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ ആരും എനിക്കിങ്ങനെ റെന്റ് തരേണ്ട ആവശ്യമില്ല എന്ന് പറയൂ. അതേ ടീം പിള്ളേരാണെങ്കിൽ പറയും, നമുക്ക് ആർക്കും ഈ ഒരു വീട്ടിൽ റെന്റ് തരാണ്ട് താമസിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കായിട്ട് വിഭജിച്ച് കൊടുക്കാമെന്ന് പറയൂ. അതായത് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ കുറെ ബില്ലില്ല, അതെല്ലാം ഓരോരുത്തർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻസ് ആ ഒരു പൈസ ഇങ്ങനെ ടാലി ആവുമല്ലോ. ആ ഒരു സംഭവം നമ്മളെ മൈറ്റി ആണെങ്കിൽ പറയുന്നുണ്ടാവും. വാട്ടി ആണെങ്കിൽ പറയും, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ താമസിക്കാൻ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അവസാനത്തെ മാസമാണ് ഇതെന്ന് പറയേ. അത് കേൾക്കുന്ന ടൈം നമ്മളെ കണ്ണടക്ക് വരെ അത്ഭുതമായിരിക്കും. അവൻ വരെ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവില്ലേ. ഇതേ ടൈം നമ്മളെ മേട്ടിയാണെങ്കിൽ പറയും, എന്ത് അവസാന മാസാ, ഇന്നാണ് ഈ ഒരു മാസത്തിന്റെ ലാസ്റ്റ് ദിവസം എന്ന് പറയും. അതായത് ഇവരെ എല്ലാവരും ലാസ്റ്റ് ദിവസം ഇന്നായിരിക്കും ഈ ഒരു വീട്ടിലുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാട്ടിക്കാണെങ്കിൽ ഇവരാരും പോകണമെന്നില്ല. പക്ഷേ അച്ഛൻ വരുന്ന ടൈം ഇവരെല്ലാവരും പോയല്ലേ പറ്റുള്ളൂ. അച്ഛനാണെങ്കിൽ ഇവന്റെ കൂടെ താമസിക്കണം എന്നുണ്ടാവുമായിരിക്കും. ഇത്ര കാലം ചെയ്യാൻ പറ്റത്തത് ഇപ്പം ചെയ്യണമെന്ന് ഉണ്ടാവുമായിരിക്കും. അതേ ടീം നമ്മളെ മേട്ടിയും പറയും, നീ പറഞ്ഞത് സത്യം തന്നെയാണ്, നമുക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, ഞാനും എൻ്റെ അമ്മേൻ്റെ കൂടെ തന്നെ എപ്പോൾ നിൽക്കണം എന്നാണ് വിചാരിക്കുന്നതെന്ന് പറയൂ. എല്ലാവർക്കും നമ്മളെ വാട്ടിന്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു വീട് വിട്ടു പോകുന്നതിന്റെ സങ്കടം ഉണ്ടാവില്ലേ. അത് മാത്രമല്ല, ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഇന്നായിരിക്കും അവരെ ലാസ്റ്റത്തെ എല്ലാവരും ഒപ്പരം നിൽക്കുന്ന ആ ഒരു നൈറ്റ് ഉണ്ടാവില്ലേ, ആ ഒരു നൈറ്റ് അതിന്റെ സങ്കടത്തിലായിരിക്കും നമ്മളെ വാട്ടി അടക്കം ഉണ്ടാവുക. അങ്ങനെ അവർക്കാണെങ്കിൽ ഇനി ഒപ്പരം ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലെ കിടന്നിട്ടാണെങ്കിൽ ഓരോ തമാശകൾ പറയുന്നതായിരിക്കും. അതേ ടൈം നമ്മളെ മേട്ടി ആണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ ഇവിടുന്ന് പോകുന്ന കാര്യം ഇത്രയും പെട്ടെന്നാകുന്ന. അതേ ടൈം ആയിരിക്കും നമ്മളെ ടീഡറ്റ് ആണെങ്കിൽ പറയുന്നുണ്ടാവുക, ഇവിടെ നിന്ന കാലത്താണെങ്കിൽ കുറേ ബുൾഷീറ്റ് ആയിട്ടുള്ള ഒരുപാട് റൂൾസ് ആണെങ്കിൽ നമ്മളെ ഓണർ നമുക്ക് വെച്ചിനെന്ന് പറയേ. അതേ ടൈം എല്ലാവരും അതിനിങ്ങനെ ഓക്കെ പറയുന്ന ടൈം നമ്മളെ വാട്ടിക്കാണെങ്കിൽ സങ്കടമാവില്ല. അപ്പൊ അവനാണെങ്കിൽ ചോദിക്കും, എന്നാടാ നിങ്ങളെല്ലാരും എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കും. നമ്മളെ കണ്ണട ആണെങ്കിൽ പറയും, നമുക്ക് എന്നാല് നാളെ ഒരു പാർട്ടി വെച്ചാലോ, നമ്മളെ ലാസ്റ്റ് ടൈമല്ല ഇത് എന്ന് പറയേ. അത് കേൾക്കുന്ന ടൈം ടി ഡി ആണെങ്കിൽ പറയും, നീ ഇങ്ങനെ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട, അത് കേൾക്കുമ്പോൾ ഭയങ്കര ഹേർട്ടിങ് ആണ് എന്ന് പറയേ. അതേ ടൈം നമ്മൾ മൈറ്റി ആണെങ്കിൽ പറയും, അങ്ങനെ ഹേർട്ടിങ് ആണെങ്കിൽ ഞാനൊരു പാട്ട് പാടാം, നമ്മളൊറ്റയ്ക്ക് നിൽക്കുന്ന ടൈം നമുക്കെല്ലാരെയും മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരോട് കോറസ് വിടാൻ പറയുന്നുണ്ടാവും ഒരിക്കൽ. അങ്ങനെ അവർ ഹാപ്പിയും സാഡും എല്ലാം ഒരു കലർന്നൊരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ അവരാണെങ്കിൽ ഓരോന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരാണെങ്കിൽ കരയാൻ തുടങ്ങി. ഒരാളെ സമാധാനിപ്പിക്കുന്ന ടൈം അടുത്ത ആൾ കരയും. അങ്ങനെയാണെങ്കിൽ അവരെ സങ്കടങ്ങൾ അവർ പരസ്പരം പറയുന്നുണ്ടാവും ഒരിക്കൽ. അതായത് അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ടൈമായിരിക്കും അവരാണെങ്കിൽ പിരിയാൻ പോകുന്നുണ്ടാവുക. ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് വേസ്റ്റ് ഒരു സിറ്റുവേഷൻ വേറെ എവിടെയും ഉണ്ടാവില്ല എന്ന് പറയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും അവർ. പിറ്റേ ദിവസം രാവിലെ ആകുന്ന ടൈം ബാക്കി എല്ലാ ടീകളും കൂടിയിട്ടാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിലാണെങ്കിൽ ഓരോരുത്തരുടെ തോട്ടാണെങ്കിൽ അവരിങ്ങനെ എഴുതി വെക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ വാട്ടി വരുന്ന ടൈം വാട്ടീനോടും അങ്ങനെ എന്തെങ്കിലും എഴുതാൻ പറയുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അവനാണെങ്കിൽ എന്തോന്ന് ആലോചിച്ച് ഒരു ചെറിയൊരു സംഭവം എഴുതും. അപ്പൊ എല്ലാവരും ആകാംക്ഷയിൽ നോക്കുന്ന ടൈമാണെങ്കിൽ എന്നായിരിക്കും അവൻ എഴുതിയിട്ടുണ്ടാവുക, താങ്ക് യു എന്നായിരിക്കും. അതേ ടൈം മൈറ്റി ആണെങ്കിൽ പറയും, ഇതൊരു ചെറിയൊരു വേർഡ് ആയിരിക്കും, പക്ഷേ ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഒരുപാട് വലുതാണെന്ന് പറയൂ. അവരെല്ലാ ടീയും കൂടിയുള്ള ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ബാനറും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു വെക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ മേറ്റി ആണെങ്കിൽ ആരും കാണാണ്ട് ഒരു കിക്കാറ്റ് തിന്നാന്ന് വിചാരിച്ച് നോക്കുന്ന ടൈം കണ്ണടി ആണെങ്കിൽ ഒന്ന് വാങ്ങുന്നുണ്ടാവുമായിരിക്കും. അടുത്തതൊന്ന് ആസ്വദിച്ച് തിന്നാന്ന് വിചാരിക്കുന്ന ടൈം നമ്മളെ ടി ഡിയും വാങ്ങുന്നുണ്ടാവുമായിരിക്കും. അടുത്തത് അവൻ ആസ്വദിക്കാനും നിൽക്കുന്നുണ്ടാവല്ലോ, എടുത്തപാട് തിന്നുന്നുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ അവൻ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് അറിയുന്നത് കൊണ്ട് എല്ലാവരും ഇരിക്കുന്ന ടൈം നമ്മളെ മേറ്റി ആണെങ്കിൽ പറയൂ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിമാണ്. ഈ ഒരു വീട്ടിൽ നമ്മൾ ഇത്ര കാലം ചെയ്തതും ആരും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കൺഫസ് ചെയ്യണമെന്ന് പറയൂ. എന്നിട്ട് അവനാണെങ്കിൽ നമ്മളെ മേറ്റിനോട് പ്രത്യേകം പറയേ, ഇതിനൊന്നും നീ ഫൈന് കെട്ടാൻ പാടില്ല എന്ന്. പിന്നെ അവസാന നിമിഷമായോണ്ട് നമ്മളെ വാട്ടിയാണെങ്കിൽ അതിനൊക്കെ പറയൂ. ഫസ്റ്റ് ചോയ്സ് തന്നെ പോകുന്നത് നമ്മളെ മേറ്റിക്കായിരിക്കും. അപ്പൊ അവൻ
അവനാണെങ്കിൽ പറയും, എനിക്കില്ലേ ഈ ഒരു വീട്ടിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ടൈം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നൊരു ദിവസം ഇങ്ങനെ പെണ്ണിന്റെ വേഷം കിട്ടിയിട്ടില്ലേ, അതാണ് ആ ഒരു ദിവസം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിനെന്ന് പറയൂ. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ വാട്ടിക്ക് അറിയില്ലായിരിക്കും, ഇപ്പൊ ആയിരിക്കും വാട്ടി അറിയുന്നുണ്ടാവുക. അവൻ്റെ അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മളെ TDന്റെ ചാൻസ് ആയിരിക്കും. അപ്പൊ TD ആണെങ്കിൽ വിളിക്കലേ എന്ന് വിചാരിച്ചിട്ട് പൂച്ച കണ്ടുപൂട്ടിയിട്ട് പാല് കുടിക്കുന്ന പോലെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടീം നമ്മൾ TDനെ തന്നെ വിളിക്കും. അപ്പൊ അവന്റെ ഏറ്റവും നല്ല മൊമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെണ്ണിനെ ഇങ്ങനെ ഡേറ്റിന് കൂട്ടി വന്ന ടൈം ഈ ഒരു പിള്ളേരാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ, അതായത് നമ്മളെ മൈറ്റി ആണെങ്കിൽ മിക്സി ഓൺ ആക്കിയിട്ട് പിന്നെ പപ്പീനെ കരയിപ്പിച്ചിട്ട് നമ്മളെ മെയ്റ്റി ആണെങ്കിൽ കക്കൂസിൽ പോയിട്ട് മറ്റേ കീഴ്ശ്വാസ ആ ഒരു സംഭവം ഗ്യാസ് വിട്ടിട്ടൊക്കെയുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ, ആ ഒരു സംഭവം ഒഴികെ അതേ ടൈം വാട്ടിയാണെങ്കിൽ പറയും, ഓ ഞാൻ അറിയാണ്ട് ഒരു പെണ്ണിനെ ഇവിടെ നിങ്ങൾ ഡേറ്റിനും കയറ്റിയല്ലേന്ന് ചോദിക്കൂ. അടുത്ത നമ്മൾ ടീഡറ്റ് ആണെങ്കിൽ എന്നായിരിക്കും പറയുന്നുണ്ടാവുക, അവന് മുഖത്തടി കൊണ്ടിട്ടില്ലേ, അതായിരിക്കും അവന്റെ ബെസ്റ്റ് മൊമെന്റ്. അതുകൊണ്ടല്ല, അവളിപ്പം അവന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലോ, അതുകൊണ്ടായിരിക്കും അവൻ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് ആയിട്ട് പറയുന്നുണ്ടാവുക. അത് നമ്മളെ മൈറ്റി ആയിരിക്കും. മൈറ്റിക്കാണെങ്കിൽ അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിലെ അവനെ ആണെങ്കിൽ തിരിച്ചു കിട്ടിയ ഒരു ടൈമില്ലേ, ആ ഒരു ടൈം ആയിരിക്കും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്. എന്നിട്ട് അവനാണെങ്കിൽ പറയൂ, ഇനി എപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനൊരു ദിവസം ഉണ്ടാവുക എനിക്കറിയില്ല എന്നൊന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. ഒരിക്കൽ അവൻ്റെ കരച്ചിൽ കാണുന്ന ടൈം നമുക്കും ഈ ഒരു പിള്ളേർക്ക് എല്ലാം സങ്കടമാവുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ കണ്ണടേൻ്റെ ചോയ്സ് ആവുന്ന ടൈം കണ്ണടയാണെങ്കിൽ പറയും, എനിക്കങ്ങനെ നല്ല മൊമെന്റ് ഒന്നും പറയാൻ കഴിയുന്നില്ല, നിങ്ങളെ കൂടെ ഉണ്ടായ എല്ലാ മൊമെന്റും എനിക്ക് ഭയങ്കര പ്രിറ്റി ആണെന്ന് പറയും. നമ്മളെ വാട്ടീൻ്റെ ചോയ്സ് ആകുന്ന ടൈം അവനാണെങ്കിൽ പറയും, എനിക്കൊരൊറ്റ സങ്കടമേ ഉള്ളൂ, നിങ്ങളെ കൂടിയൊന്നും നല്ലൊരു മൊമെന്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെങ്കിൽ ഇപ്പം എല്ലാവരും മുന്നിൽ ഞാൻ ഇരിക്കുന്നില്ലേ, ഞാനൊരു കള്ളം പറഞ്ഞിട്ടാണുള്ളത്, നിങ്ങൾ ആരും ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് പോകാൻ പോകുന്നില്ല, നമ്മൾ ഇനി എപ്പം ഒപ്പരായിരിക്കും എന്ന് പറയൂ. അതേ ടീം പിള്ളേരുടെ മുഖത്തൊന്നും സന്തോഷം കാണുന്നുണ്ടാവില്ലേ, എല്ലാവരും ഭയങ്കര ഷോക്കൊന്നും ഇല്ലാത്ത എന്തോ ഒരു ഭാവത്തിൽ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ വാട്ടിയാണെങ്കിൽ പറയും, നിങ്ങൾ എന്തെന്തോ ഷോക്ക് ആക്കാത്തെന്ന് ചോദിക്കേ. അതേ ടൈം മേട്ടിയാണെങ്കിൽ പറയും, എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം അടിപൊളിയല്ലേ എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു പിള്ളേർക്കാണെങ്കിൽ ആദ്യം ഈ ഒരു സംഭവം അറിയായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാട്ടിക്ക് മാത്രമേ ഈ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് അറിയാണ്ട് വന്നിട്ടുണ്ടാവുള്ളൂ. അവനാണെങ്കിൽ വിചാരിക്കുന്നുണ്ടാവുക ഇവർക്ക് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്നതാണെന്നായിരിക്കും, പക്ഷെ ഈ ഒരു സർപ്രൈസ് ആണെങ്കിൽ നമ്മളെ പിള്ളേർ ആദ്യമേ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നായിരിക്കും ഫ്ലാഷ് ബാക്ക് സംഭവിച്ചതെന്ന് നമ്മളെ കണ്ണട പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അതായത് ഇവരെല്ലാവരും ഇന്നലെ കിടന്ന ടൈം നമ്മളെ വാട്ടിയാണെങ്കിൽ അവിടുന്ന് എണീച്ചിട്ട് പോയിട്ടുണ്ടാവുമായിരിക്കും. അതേ ടൈം കണ്ണടയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു പിള്ളേരോട് എല്ലാവരും ആണെങ്കിൽ പറയും, പിള്ളേരോട് എല്ലാവരോടും ആണെങ്കിൽ പറയും, എൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല, അവൻ നിങ്ങളെ വെറുതെ പ്രാങ്ക് ചെയ്തതാണെന്ന് പറയും. ഇത് കേൾക്കുന്ന ടൈം മെയ്റ്റി ആണെങ്കിൽ ചോദിക്കുക, പിന്നെ നീ എന്താ അവനിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്ന ടൈം കണ്ണടയാണെങ്കിൽ പറയും, പാർട്ടി ഇല്ലേ അത് ഭയങ്കര ക്യൂട്ട് ആയിരിക്കും അല്ലെ, ഒരു പാർട്ടി ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയൂ. അപ്പൊ ടീഡറ്റ് ആണെങ്കിൽ പറയൂ, ഓ അങ്ങനെയാണല്ലേ വാട്ടി, നീ ചത്തുന്ന് കൂട്ടിക്കോന്നു പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു പിള്ളേരാണെങ്കിൽ ഈ ഒരു പ്ലാന് മൊത്തം നടത്തിയിട്ടുണ്ടാവുക. ഇപ്പൊ നോക്കുന്നതാണെങ്കിൽ നമ്മളെ വാട്ടി ആണെങ്കിൽ ഇവര് കിട്ടെല്ലാം പ്രാങ്ക് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളെ പിള്ളേരെല്ലാരും കൂടിയിട്ട് നമ്മളെ മെയ്റ്റിനി ആരാ, നമ്മളെ സ്വന്തം മെയ്റ്റി, അവനെ കൊണ്ട് നമ്മളെ വാട്ടീനെ ഉമ്മ ഒപ്പിക്കാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ മെയ്റ്റിക്ക് ഭയങ്കര ആവേശമായിരിക്കും. അങ്ങനെ അതേ ടൈം ആയിരിക്കും ഒരു കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവുക. നോക്കുമ്പം അവിടത്തേക്കാണെങ്കിൽ ഒരാൾ വന്നിട്ടാണെങ്കിൽ ചോദിക്കും, നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ സ്ഥലം ഉണ്ടോ എന്ന് ചോദിക്കേ. അതേ ടൈം വാട്ടിയാണെങ്കിൽ ചോദിക്കും, എന്നാ നിന്റെ പേരെന്നാണെന്ന് ചോദിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയും, നിങ്ങൾക്ക് എന്നാ ടീന്ന് വിളിക്കാം, എന്റെ ശരിക്കുള്ള പേര് ടീ ബോൺ എന്നാണെന്ന് പറയൂ. അത് കേൾക്കുന്നിട്ട് ഇപ്പൊ പിള്ളേരെല്ലാരും ടീ ആണോന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. വാട്ടിയാണെങ്കിൽ പറയും, ഈ ഒരു വീട് ഫുള്ളാന്ന്, ഇന്നത്തേക്ക് മാത്രമല്ല എന്നത്തേക്കും ഈ ഒരു വീട് ഫുള്ളാന്ന്, അതുകൊണ്ട് ഇനി ഒരു ടീനെ ഈ ഒരു വീട്ടിലേക്ക് ആവശ്യമില്ലാന്ന് പറയൂ. അവരെല്ലാരും അവരെടുത്ത ഒരു സെൽഫി ഇല്ലേ, അതാണെങ്കിൽ ഇങ്ങനെ ഫ്രെയിം ആയിട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിട്ട് അവരെല്ലാരും ഹാപ്പി ആയിട്ട് ആ ഒരു ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു ഡ്രാമ മൊത്തമായിട്ട് അവസാനിക്കും. ഈ ഒരു ഡ്രാമ വലിയ കഥയൊന്നും ഇല്ലെങ്കിലും കുറച്ച് എന്റർടൈൻമെന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയാണ്ട് ബൈ.